അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ രംഗത്ത് വരുന്നത് ഉന്നതരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രചിന്ത വളർത്തിയെടുക്കലാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി. ജില്ലയിൽ വ്യാപകമായി നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ. വടനപ്പള്ളി ഗണേശമംഗലത്ത് ഹർത്താൽ ദിനത്തിൽ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. എസ്.ഡി.പി.ഐ പ്രവർത്തകൻ കല്ലിപ്പറമ്പിൽ ഷെഹിനാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ പല ഹോട്ടലുകളിലും കുടിക്കാൻ നൽകുന്നത് മലിനജലമെന്ന ആരോപണം. കർശന നടപടിയെന്ന് അധികൃതർ. നമസ്കാരം. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ രംഗത്ത് വരുന്നത് ഉന്നതരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുഴൂരിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ശാസ്ത്രചിന്ത വളർത്തിയെടുക്കലാണ് പ്രധാനമെന്നും പ്രത്യേകതരത്തിൽ വിവരമില്ലാത്തവരാണ് സമൂഹത്തെ പിറകോട്ടടിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശാസ്ത്ര കോൺഗ്രസിൽ പോലും പരിണാമ സിദ്ധാന്തവും ആപേക്ഷിക സിദ്ധാന്തവും തെറ്റായ കാര്യങ്ങളാണെന്ന് പറയാൻ ഒരു കൂട്ടർ ശ്രമിക്കുകയാണ്. ഗ്രഹാന്തര യാത്ര നടത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തെ പുറകോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശാസ്ത്രബോധം ഉയർത്തി നാം ഒന്നായി പ്രവർത്തിക്കണം. ജൈവവൈവിധ്യത്തെ നിലനിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു വാർഡിൽ 75 തേങ്ങ ഇനം തൈകൾ നടുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിന്റെ കേരപ്പെരുമ നിലനിർത്താൻ സാധിക്കും. ആയുർവേദ പാരമ്പര്യത്തിൽ പേരുകേട്ട നമ്മുടെ നാട്ടിൽ മരുന്നിനത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ലഭ്യതക്കുറവ് ഇന്ന് നിലനിൽക്കുന്ന വസ്തുതയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായി ഔഷധകൃഷി പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. തഴക്കൈതയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നല്ല രീതിയിൽ നിർമ്മിച്ച് ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ടായാൽ ഇപ്പോഴും ആളുകൾ വാങ്ങാൻ തയ്യാറാണ്. ഇപ്പോഴത് കിട്ടുന്നില്ല എന്നുള്ളതൊരു ഘടകമാണ്. അതും വാങ്ങാതിരിക്കുന്ന ഒരു കാരണമായി മാറി. ഈ തഴക്കൈതക്കൊപ്പം മറ്റ് കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നതിന് സർക്കാർ പരിപാടി ഇടുന്നുണ്ട് എന്നും കൂടി ഈ കൂട്ടത്തിൽ അറിയിക്കും. അതോടൊപ്പം സ്ത്രീകൾക്ക് ശാസ്ത്രീയമായി പരിശീലനം നൽകിയാൽ ഇത് നല്ല രീതിയിൽ ഒരു വരുമാന സ്രോതസ്സായി ഉപയോഗിക്കാനും കഴിയും. നദികളുടെയും തോടുകളുടെയും ചാലുകളുടെയും മാത്രമല്ല, സ്ഥലത്തിന്റെ അതിർത്തി സംരക്ഷണത്തിനായി മതിലുകൾക്ക് പകരം തഴക്കൈതകൾ വെച്ചുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ടിഷ്യൂ കൾച്ചർ സംവിധാനം പ്രയോജനപ്പെടുത്തി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായകരമാകും. ശാസ്ത്രീയ പരിശീലനം സാധ്യമാകുന്നത് വഴി നിരവധി പേർക്ക് തൊഴിലവസരം സാധ്യമാക്കാനും കഴിയുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി.എസ്. സുനിൽകുമാർ, പി.എച്ച്. കുര്യൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശാന്താകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മൽ സി. പാത്താടൻ, ഡോക്ടർ കെ. സതീഷ് കുമാർ, ബിജി വിൽസൺ, വി. അന്തോണി തുടങ്ങിയവർ സംസാരിച്ചു. ടി.സി.വി. മാള. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ മാള വലിയ പറമ്പിൽ കാത്തുനിന്ന ബി.ജെ.പി. നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരുതൽ തടങ്കൽ എന്ന നിലയിലാണ് 5 പേരെ കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുമ്പോൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനായിരുന്നു ബി.ജെ.പി. തീരുമാനിച്ചിരുന്നത്. മുൻകൂട്ടി തീരുമാനം അറിയിച്ചതോടെ വലിയ പറമ്പ് മുതൽ കുഴൂരിലെ ഉദ്ഘാടന വേദി വരെ കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനക്കുടി വെളുത്തൂർ പടവിൽ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങി. ആശങ്കയിൽ കർഷകർ. ഈ മാസം വിളവെടുക്കേണ്ട പാടശേഖരത്തിൽ 210 ഏക്കറിലെ 15 ഏക്കറോളം സ്ഥലത്താണ് നെല്ല് കരിഞ്ഞുണങ്ങിയത്. എല്ലാ വർഷവും മഴയെ ആശ്രയിച്ചാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. ഇത്തവണ മഴ കുറഞ്ഞതാണ് കൃഷിയിടങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിന് കാരണമെന്ന് പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ പറഞ്ഞു. കൃഷിയിൽ ഒരു 10-15 ഏക്കറോളം ഭൂമിയിലെ പല ഭാഗത്തും ഭാഗികമായിട്ട് കരിഞ്ഞുപോയി വെള്ളമില്ലാത്തതിന്റെ പേരിൽ. തുടർന്ന് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത കൊല്ലം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇവിടെ നിലവിൽ വന്നതിന് ശേഷം എന്തെങ്കിലും കൃഷി കാര്യങ്ങളിലൂടെ സൗകര്യമായിട്ട് നടക്കുള്ളൂ. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലായില്ലെങ്കിൽ അടുത്ത വർഷം കൃഷിയിടം തരിശിടേണ്ടി വരുമെന്നും സെക്രട്ടറി പറഞ്ഞു. ഈ പാടശേഖരത്തിലേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഒന്നും തന്നെയില്ല. PMKSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.41 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും ഇതിന് അനുമതി ലഭിച്ചില്ല. 50-ൽ പരം കർഷകരാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതിനിടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന എഞ്ചിൻ പുരയിൽ കോയിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷണം പോയിരുന്നു. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ചെറിയൊരു ഉണക്കം മാത്രമാണെന്നും വിളവിനെ ഇത് കാര്യമായി ബാധിക്കില്ലെന്നും കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും കൃഷിയിടം പരിശോധിച്ച്
കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VR നരേന്ദ്രൻ പറഞ്ഞു. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവസാന ഘട്ടത്തിൽ വെള്ളം കുറഞ്ഞു പോയതുകൊണ്ടുള്ള ഒരു ചെറിയ ഉണക്കം പോലെയുള്ള ഒരു സംഭവമാണ്. അതേസമയത്ത് അത് വിളവിനെ കാര്യമായി ബാധിച്ചെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാർ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. ഇത് കൊയ്യേണ്ട സമയമായിട്ടുണ്ട്. 15-ാം തീയതി കൊയ്ത്ത് നടക്കുമെന്നാണ് പാടശേഖര സെക്രട്ടറി അറിയിച്ചത്. അങ്ങനെ കൃത്യസമയത്ത് കൊയ്ത്ത് നടത്തി എല്ലാ വിളവും എടുക്കുകയാണെങ്കിൽ കാര്യമായ ദോഷങ്ങളൊന്നുമില്ലാതെ കൃഷിക്കാർക്ക് കൃത്യമായ വിളവ് കിട്ടുന്നതാണ്. കൃഷി ഓഫീസർ ലക്ഷ്മി K. മോഹൻ, എൽദോസ്, KL ജോസ്, PN ഗോപിനാഥൻ തുടങ്ങിയവർ പാടശേഖരം സന്ദർശിച്ചു. TCV ന്യൂസ്, അന്തിക്കാട്. ജലസേചന സൗകര്യമില്ലാതെ തിരുവില്ലാമലയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നശിക്കുന്നു. കുറുമങ്ങാട് പാടശേഖരത്തിലാണ് നെൽക്കതിർ കരിഞ്ഞുണങ്ങുന്നത്. തിരുവില്ലാമല പഞ്ചായത്തിലെ 8-15 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന പാടശേഖരത്തിൽ 65 ഏക്കറുകളിലായി പലയിടങ്ങളിലും കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമയത്ത് നെൽകൃഷി ഉണങ്ങി നശിക്കുന്നത് ഒഴിവാക്കാൻ ചീരക്കുഴി അണക്കെട്ടിൽ നിന്നും വെള്ളം ലഭ്യമാക്കാൻ വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന പദ്ധതിക്കായി സർക്കാരിന് പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് കർഷകർ പറയുന്നു. വെള്ള സൗകര്യമെങ്കിലും ഒന്ന് ശരിയാക്കി കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ പകുതി പേരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് സാധ്യത. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി സഹായം കിട്ടുന്നുണ്ട്. എങ്കിലും കുറേയും കൂടി ഇൻഷുറൻസ് അതുപോലെയുള്ള രംഗങ്ങളിലുള്ള സംഖ്യ 2 തവണ ഇൻഷുറൻസ് പദ്ധതി നടപ്പായെങ്കിലും പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള ശ്രമം കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ്. ഫോറസ്റ്റിലായാലും ശരി, പഞ്ചായത്തിലായാലും ശരി, സർക്കാരിനോടൊക്കെ നമ്മൾ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും അതിൻ്റെ മുകളിൽ യാതൊരു ആക്ഷനും ഇല്ല. ഈ പന്നി ശല്യം, ഈ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വെള്ളത്തിനേക്കാൾ കൂടുതൽ വിട്ടുപോകുന്ന ഈ പന്നിയെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ബാങ്കുകൾ, വ്യക്തികൾ എന്നിവ വഴി കൃഷിയിറക്കുവാൻ വായ്പയെടുത്തവർ ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. പന്നികൾ, മയിലുകൾ എന്നിവ മൂലമുള്ള വിളനാശവും മേഖലയിലെ ഗുരുതര പ്രശ്നമായി കർഷകർ ആരോപിക്കുന്നു. ഇവയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിനായുള്ള കരുതൽ പ്രവർത്തനങ്ങളാകട്ടെ ഗുണം കാണുന്നുമില്ല. പാടശേഖരത്തിലെ ചിലയിടങ്ങളിൽ ബോർവെൽ ഉപയോഗിച്ച് വെള്ളം കൃഷിക്കായി പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിലെ നെൽകൃഷിക്ക് മാത്രമേ അത് ഗുണം ചെയ്യുന്നുള്ളൂ. അടിയന്തരമായി ബന്ധപ്പെട്ടവരുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ചേലക്കര. എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ പാടശേഖരങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. കർഷകർ ആശങ്കയിൽ. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചിറ്റണ്ട പൂങ്ങോട് കൊയ്ത്തിന് പാകമാകാറായ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളാണ് വറ്റി വരേണ്ടത്. രൂക്ഷമായ ജലക്ഷാമം കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പൂങ്ങോട് ചെറുവത്താണി പാടശേഖര സമിതിയുടെ 100 ഏക്കർ പാടശേഖരം പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. പൂങ്ങോട് ക്വാറിയിൽ നിന്നും പാടശേഖരത്തിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കൃഷിക്ക് ആവശ്യമായ ജലം ക്വാറിയിൽ നിന്ന് ലഭിക്കുമെന്നും ഇതിനായി ക്വാറിയിൽ തടയണ നിർമ്മിച്ച് നൽകണമെന്നും പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. പാടനം എടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും എത്തിയില്ല. 4 ദിവസം ഞങ്ങൾ കോറിയിൽ മെനക്കെട്ടു. കോറിയിൽ 4 ദിവസം വെള്ളം അടിച്ചു. ഒരു തുള്ളി വെള്ളം പോലും ഇങ്ങോട്ട് എത്തിയില്ല. ഇത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. വായ്പയെടുത്തും പാട്ടത്തിനെടുത്തുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. പ്രളയത്തിൽ വെള്ളം കയറി കൃഷി നശിച്ച് വലിയ സാമ്പത്തിക നഷ്ടം അനുഭവിച്ചിരിക്കുന്നതിന് പുറകെയാണ് പാടശേഖരങ്ങളുടെ കരിഞ്ഞുണങ്ങൽ ഭീഷണി കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. TCV എരുമപ്പെട്ടി. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ഹർത്താൽ ദിനത്തിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. SDPI നാട്ടിക മേഖലാ നേതാവും തളിക്കുളം സ്വദേശിയുമായ കല്ലിപ്പറമ്പിൽ ഷെഹിനെയാണ് വലപ്പാട് CI TK ഷൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ചങ്ങരംകുളത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് ആയുധവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കേസിൽ 1-ാം പ്രതിയാണ് ഷഹീൻ. ആക്രമണവുമായി ബന്ധപ്പെട്ട് 8 SDPI പ്രവർത്തകരെയും 5 BJP പ്രവർത്തകരെയും പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. കേസിൽ 50ഓളം പ്രതികളാണ് ഉള്ളത്. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ പല ഹോട്ടലുകളിലും കുടിക്കാൻ നൽകുന്നത് കോളിഫോം ബാക്ടീരിയ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ മലിനജലമെന്ന് ആരോപണം. കർശന നടപടിയെന്ന് അധികൃതർ. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വിഷയം ഗൌരവമായി ചർച്ചയ്ക്കിടയാക്കി. വർഷങ്ങളായി ശുചീകരിക്കാത്ത ടാങ്കുകളിലാണ് കുടിവെള്ളം സംഭരിക്കുന്നത്. ചിലയിടങ്ങളിൽ കുഴൽക്കിണർ താഴ്ത്തിയിട്ടുള്ളത് സെപ്റ്റിക് ടാങ്കിനോട് ചേർന്നാണ്. ഇത്തരം മലീമസമായ സാഹചര്യത്തിൽ ലഭിക്കുന്ന വെള്ളം തിളപ്പിക്കാതെ തുണികൊണ്ടരിച്ചാണ് ചില ഹോട്ടലുകളിൽ കുടിക്കാനായി നൽകുന്നത്. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈയും വായയും കഴുകാനും ഈ വെള്ളം തന്നെയാണ് നൽകുന്നത്. നഗരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ചില ടാങ്കറുകളുടെ അവസ്ഥയും ഇതുതന്നെയാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്യുക പതിവാണ്. എന്നാൽ കുടിവെള്ള സ്രോതസ്സുകളെക്കുറിച്ച് വേണ്ടത്ര അന്വേഷണം നടക്കാറില്ല. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർ MK സഹീർ ഈ വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് നഗരത്തിലെ ഹോട്ടലുകളിൽ കർശന പരിശോധന നടത്തുന്നതിനും കുടിക്കുവാനും ഭക്ഷണത്തിനുപയോഗിക്കുന്ന കുടിവെള്ള ടാങ്കുകൾ ഉൾപ്പെടെ പരിശോധന നടത്തി ശുചിത്വം ഉറപ്പുവരുത്തുവാനും നഗരസഭാ ചെയർമാൻ KR ജയത്രൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി.
TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഇടവേള കഴിഞ്ഞ് മറ്റു വാർത്തകൾ. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ പുതുക്കാട് സെന്ററിലെ അഴുക്കുചാൽ അപകടക്കെണിയാകുന്നു. കണ്ണമ്പത്തൂർ കാഞ്ഞുപാടം ഭാഗത്തു നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന റോഡിന്റെ ഓരത്തുള്ള ചാൽ സ്ലാബിട്ട് മൂടാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇടതുവശം ചേർന്ന് ദേശീയപാതയിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ കാനയിലേക്ക് മറിയുന്നത് പതിവായിരിക്കുകയാണ്. ശനിയാഴ്ച 2 കാറുകൾ കാനയിൽ വീണ് അപകടമുണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സെന്ററിലെ ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്നാണ് കാറുകൾ കാനയിൽ നിന്ന് ഉയർത്തിയത്. ഏറെ പരാതികൾക്കൊടുവിൽ 1 വർഷം മുൻപാണ് പഞ്ചായത്ത് പുതുക്കാട് സെന്ററിൽ അഴുക്കുചാൽ നിർമ്മിച്ചത്. അടിയന്തരമായി കാന സ്ലാബിട്ട് മൂടി അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുല്ലൂറ്റിൽ പുഴയിൽ ചാടി യുവതി മരിച്ചു. മേത്തല വടശ്ശേരി കോളനി കാരേക്കാട്ട് സജീവന്റെ മകൾ 20 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. പുല്ലൂറ്റ് പാലത്തിന് മുകളിൽ നിന്നും ചാടിയ യുവതിയെ ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററായി തൃശൂർ പ്ലാനിംഗ് ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാലി ടി നാരായണൻ ചുമതലയേറ്റു. ചാവക്കാട് അസിസ്റ്റന്റ് ഓഫീസ് രജിസ്ട്രാർ KK സത്യഭാമ, ചാവക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് സീനിയർ ഇൻസ്പെക്ടർമാരായ VK ശശീന്ദ്രൻ, ബ്ലിസൺ C ഡേവിസ് എന്നിവരും അഡ്മിനിസ്ട്രേറ്ററോടൊപ്പം ചുമതലയേറ്റു. ഭരണസമിതിയുടെ കാലാവധി ശനിയാഴ്ച അവസാനിക്കുകയും തെരഞ്ഞെടുപ്പിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായത്. ദേശീയപാത നന്ദിക്കരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം. 1 ബൈക്കും 2 കാറുകളും മിനി ടെമ്പോയുമാണ് കൂട്ടിയിടിച്ചത്. ബൈക്ക് യാത്രക്കാരനും കാറിലുണ്ടായിരുന്ന സ്ത്രീക്കുമാണ് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറുകൾ ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് 15 മിനിറ്റോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എങ്കക്കാട് മങ്കരയിൽ കപ്പേള കുത്തി തുറന്ന മോഷണം. കരിമത്ര ആരോഗ്യമാതാ പള്ളിയുടെ മങ്കരയിലുള്ള കപ്പേളയുടെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാക്കൾ കപ്പേളയുടെ 2 ഭണ്ഡാരങ്ങളും കുത്തി തുറന്നിട്ടുണ്ട്. തുറക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര, കപ്പേളയുടെ പൂട്ടുകൾ, മോഷ്ടാവിന്റെയെന്ന് സംശയിക്കുന്ന ഒരു മുണ്ട് എന്നിവ കപ്പേളയ്ക്ക് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കരിമത്ര പള്ളി കമ്മിറ്റി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡ് വികസനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞു. ദേശീയപാത ജംഗ്ഷന്റെ സമീപത്ത് വീതി കുറഞ്ഞ് അപകട സാധ്യതയുള്ള മേഖലയാണിത്. മെക്കാഡം ടാറിങ്ങിനോട് ചേർന്ന് കാൽനട യാത്ര പോലും ദുസ്സഹമായ ഭാഗത്ത് കഴിഞ്ഞ ദിവസം നാട്ടുകാർ മണ്ണിട്ട് റോഡ് ഉയരത്തിൽ നികത്തിയിരുന്നു. സ്ഥലമുടമ ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞത്. സമീപത്തെ സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രികർ റോഡിന്റെ വീതി കുറവ് മൂലം ഭയപ്പാടോടെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇവിടെ ഗതാഗതക്കുരുക്കും സ്ഥിരമാണ്. സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കം കോടതിയുടെ പരിഗണനയിലാണ്. പ്രളയത്തിൽ തകർന്ന ആറാട്ടുപുഴ ബണ്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബണ്ട് റോഡ് പുനർനിർമ്മിക്കുന്നത്. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാത്തതിൽ ഏറെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. റോഡ് തകർന്നതിനെ തുടർന്ന് കിലോമീറ്ററോളം ചുറ്റിയാണ് ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മാട്രിക് ഫിറ്റ്നസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ മിസ്റ്റർ തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ 100ഓളം ഫിറ്റ്നസ് ക്ലബ്ബുകളിൽ നിന്നായി 350ഓളം മത്സരാർത്ഥികൾ ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. അനിൽ അക്കര MLA മുഖ്യാതിഥിയായി. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി AP ജോഷി, മാട്രിക് ഫിറ്റ്നസ് ട്രെയിനർ എഡ്വിൻ വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. നിറക്കൂട്ടുകളുടെ വർണ്ണ കാഴ്ചകളുമായി എങ്കക്കാട് ഗ്രാമത്തിൽ നിറച്ചാർത്ത് ദേശീയ ചിത്രരചന ക്യാമ്പ് പുരോഗമിക്കുന്നു. 5 ദിവസം നീളുന്ന ചിത്രരചന ക്യാമ്പിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള കലാകാരന്മാർ ഉൾപ്പെടെ 20ഓളം പേരാണ് പങ്കെടുക്കുന്നത്. മറ്റ് ചിത്രരചനാ ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഗ്രാമത്തിൽ താമസിച്ച് ആ നാടിന്റെ സംസ്കാരവും പൈതൃകത്തെയും തൊട്ടറിഞ്ഞുകൊണ്ട് ഗ്രാമദൃശ്യങ്ങളും മറ്റും ക്യാൻവാസിലേക്ക് പകർത്തുന്ന ചിത്രകാരന്മാർ വളരെ വ്യത്യസ്തമായ ദൃശ്യാനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. കൊച്ചി മുസ്ലിസ് ബിനാലയിൽ പങ്കാളികളായവരും വിദേശ രാജ്യങ്ങളിൽ ചിത്രപ്രദർശനം നടത്തുന്നവരും ഉൾപ്പെടുന്ന നിരയാണിത്. 5ാമത് നിറച്ചാർത്ത് ദേശീയ ക്യാമ്പിന് എത്തിച്ചേർന്നിട്ടുള്ളത്. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും.
ഏനമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി എം. ശങ്കർ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. സിനി ആർട്ടിസ്റ്റും പിന്നണി ഗായികയുമായ വർഷ കണ്ണൻ മുഖ്യാതിഥിയായി. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വിരമിക്കുന്ന അധ്യാപികയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ അരിമ്പൂർ, മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P.A. ബീന, CR റീമ, PTA പ്രസിഡന്റ് K. വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് തുറവിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. കൊല്ലം സ്വദേശിയായ 38 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:30 സംഭവം. വെൽഡിംഗ് തൊഴിലാളിയായ ഷാജി മുളകുന്നത്താവ് കിലയിലേക്ക് ജോലിക്കായി വരുന്നതിനിടെയായിരുന്നു അപകടം. റെയിൽപാതയിൽ വീണ് കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ 1969 ബാച്ചിന്റെ 50ാം വാർഷികവും കുടുംബസംഗമവും ആഘോഷിച്ചു. പ്രിൻസിപ്പൽ അന്ന ടർജി അധ്യക്ഷത വഹിച്ചു. ഫാദർ തോമസ് കാക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു. വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എയർ കണ്ടീഷണർ നൽകി. വനയാത്രയ്ക്കിടെ ക്യാമറയിൽ പകർത്തിയ കാഴ്ചകൾ ആസ്വാദകർക്ക് സമ്മാനിക്കുകയാണ് ദ ഇന്നർ സാങ്ച്വറി എന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിലൂടെ കായംകുളം സ്വദേശിയായ ഡോക്ടർ എസ് മഹേഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മ്യൂസിയമായ കോടാലി ഫോട്ടോമ്യൂസ് ആർട്ട് ഗാലറിയിലാണ് ഡോക്ടർ മഹേഷിന്റെ പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടറായ മഹേഷ് ചെറുപ്പം മുതലേ ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും പ്രാവീണ്യമുള്ള ആളാണ്. ജോലിക്കിടെ വീണുകിട്ടുന്ന ഒഴിവു സമയങ്ങൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം വിനിയോഗിക്കുന്നത്. കാടിനെ ഏറെ സ്നേഹിക്കുന്ന ഡോക്ടർ മഹേഷ് വനയാത്രകൾക്കിടെ പകർത്തിയ 20ഓളം ചിത്രങ്ങളാണ് ദി ഇന്നർ സാങ്ച്വറി എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2ാം തവണയാണ് സോളോ പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് ഡോക്ടർ മഹേഷ് പറഞ്ഞു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഫോട്ടോമ്യൂസില്. കാരണം ഫോട്ടോമ്യൂസ് ആണ് എന്നെ ഈ ഫോട്ടോഗ്രാഫിയുടെ ശരിക്കും ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. മുമ്പ് വെറുതെ സാധാരണ ക്യാമറ കൊണ്ട് ഫോട്ടോസ് എടുക്കുന്നല്ലാതെ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും എനിക്ക് തീരെ പരിചിതമായിരുന്നില്ല. ഡോക്ടർ മഹേഷിന്റെ ചിത്രങ്ങളിൽ വന്യജീവികളോടുള്ള സ്നേഹവും ദയാവായ്പും കാണാനാകുമെന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രകൃതിയോട്, പക്ഷികളോട്, ജീവജാലങ്ങളോട്, മരങ്ങളോട്, എല്ലാ സാധനങ്ങളും കണ്ടാലും നമുക്ക് ഇതിന് എന്ത് കിട്ടുന്നു മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അവരുടെ ദൈന്യത അല്ലെങ്കിൽ അവരുടെ ഒരു നീതി കാണാൻ ഈ ഫോട്ടോഗ്രാഫിക്ക് കഴിയുന്നുണ്ട്. ഡോക്ടറുടെ ഫോട്ടോഗ്രാഫിക്ക് അവരുടെ അതാണ് ഈ ഫോട്ടോഗ്രാഫിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്. ചടങ്ങിൽ ഫോട്ടോമ്യൂസ് ഡയറക്ടർ ഡോക്ടർ PS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോടാലി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PG രഞ്ജിമോൻ, ഡോക്ടർ K മഹേഷ്, രാജേഷ് കൃഷ്ണൻ, മനൂപ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ മാസം 26 വരെ പ്രദർശനം നീണ്ടുനിൽക്കും. TCV ന്യൂസ്, കൊടകര. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ച ആരംഭിച്ചു. കൊഴപ്പാട്ട് അയ്യപ്പുവിന്റെ വസതിയിൽ നിന്നും ആദ്യ കാഴ്ച പുറപ്പെട്ടു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടിയേറ്റ കാഴ്ച ഞായറാഴ്ച ഉച്ചയോടെ ജാറമംഗണത്തിൽ എത്തിച്ചേരും. താബൂത്ത് കാഴ്ചയും ജാറത്തിൽ പ്രവേശിക്കും. 4 മണിക്ക് നടക്കുന്ന നാട്ടുകാഴ്ചയിൽ ഗജവീരന്മാർ അണിനിരക്കും. വിവിധ ക്ലബ്ബുകളുടെ കാഴ്ചകൾ 2 ദിവസങ്ങളിലായി നടക്കും. ഗുരുവായൂർ നഗരസഭയിൽ PMAY ഭവന നിർമ്മാണ പദ്ധതിയിലെ പാകപ്പിഴവുകൾ തിരുത്താൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. അർഹരല്ലെന്ന് കണ്ടെത്തിയ 132 പേരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. നഗരത്തിൽ തെരുവുവിളക്കുകൾ കത്താത്തതും യോഗത്തിൽ ചർച്ചയായി. തൃശൂർ ഗുരുവായൂർ പ്രധാനപാതയിൽ പോലും തെരുവുവിളക്കുകൾ കത്തുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കത്താത്ത വിളക്കുകളുടെ കണക്കുകളെടുത്ത് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തുമെന്ന് ആക്ടിംഗ് ചെയർമാൻ KP വിനോദ് പറഞ്ഞു. പ്രീ പ്രൈമറി മേഖലയിലെ അധ്യാപകരെ സ്ഥിരപ്പെടുത്തി സേവന വേതന വ്യവസ്ഥകൾക്ക് രൂപം നൽകണമെന്ന് AKSTU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ജോലിക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, പുതിയതായി നിയമിച്ച ഭാഷാ അധ്യാപകർക്ക് PF നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും മാളയിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരെ VR സുനിൽ കുമാർ MLA ആദരിച്ചു.
NK ഉദയപ്രകാശ്, എടത്താട്ടിൽ മാധവൻ, AU വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. തോന്നൂർക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കെയർ ഹോം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. പുലാക്കോട് മുല്ലയ്ക്കൽ വിശാലാക്ഷിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ ശിലാസ്ഥാപന കർമ്മം തോന്നൂർക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് E. വേണുഗോപാല മേനോൻ നിർവഹിച്ചു. വാർഡ് അംഗം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ മെമ്പർ TA കേശവൻകുട്ടി, ബാങ്ക് ഡയറക്ടർ T. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയിൽ അന്തിക്കാട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AB ശ്രീവത്സൻ തറക്കല്ലിടൽ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്ത സോളമൻ, KB രാജീവ്, അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. കോന്നാടത്ത് ദാക്ഷായണിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ചാലക്കുടി നഗരസഭ നോർത്ത് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം വൈകുന്നതിൽ CPM-നകത്ത് അമർഷം പുകയുന്നു. അവസാന മിനുക്കുപണികൾ മാത്രം അവശേഷിക്കുമ്പോഴും ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കാൻ കഴിയാത്തതാണ് ഭരണപക്ഷ പാർട്ടിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത്. ബസ് സ്റ്റാൻഡിന് പുറത്ത് പുറമ്പോക്കിലുള്ള ഒരു സ്ഥാപനത്തെ മാറ്റുന്നതിനെ സംബന്ധിച്ച തർക്കത്തിൽ തട്ടിയാണ് ഉദ്ഘാടനം നീണ്ടുപോകുന്നത്. കടയുടമയ്ക്ക് പകരം സ്ഥലം നൽകാനുള്ള ധാരണകൾ അംഗീകരിക്കുന്നതിലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കഴിഞ്ഞ UDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനാവശ്യമായി വൈകിപ്പിച്ചു എന്ന ആരോപണം തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം പ്രചാരണമാക്കിയിരുന്നു. തങ്ങൾക്ക് വീണ്ടും ഭരണം കിട്ടിയിട്ടും ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയാത്തത് CPM-ന് നാണക്കേടാവുകയാണ്. കുഴൂരിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണപ്രകാരമെത്തിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പ്രവേശിപ്പിച്ചില്ലെന്ന് ആക്ഷേപം. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ വേദിയിൽ ആശംസാ പ്രസംഗത്തിനായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ വേദിയിലേക്ക് ഇവരെ കയറ്റിയില്ലെന്ന് കോൺഗ്രസ് കുഴൂർ മണ്ഡലം പ്രസിഡന്റ് M. ജോജോ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി നടത്തിയ നേത്രപരിശോധനാ ക്യാമ്പിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ ദുരിതത്തിലായി. മങ്ങാട് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന ക്യാമ്പിൽ കണ്ണ് പരിശോധനയ്ക്കെത്തിയ വൃദ്ധജനങ്ങളാണ് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മടങ്ങിപ്പോയത്. പഞ്ചായത്തിലെ മുഴുവൻ വയോധികരുടെയും കണ്ണ് പരിശോധനയ്ക്കായി 2 ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. 200ഓളം പേർ പരിശോധനയ്ക്കായി എത്തിയിരുന്നു. ഇതിൽ 100 പേർക്ക് മാത്രമാണ് ടോക്കൺ നൽകിയത്. അതിരാവിലെ എത്തിയ വയോധികർ പോലും പരിശോധന നടത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. കുടിവെള്ളവും ഭക്ഷണവും കഴിക്കാതെ തളർന്ന് അവശരായ സാധാരണക്കാരും നിർധനരുമായവർക്ക് തിരിച്ചു പോകേണ്ടി വന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാർ പാസ്റ്റർ നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുതുക്കി പണിത അൾത്താരയുടെ വെഞ്ചരിപ്പ് കർമ്മവും ഇതോടൊപ്പം നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ സെവി കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ദേവസി പന്തലുകാരൻ തിരുനാൾ സന്ദേശം നൽകും. കാട്ടൂരിൽ ഭിന്നശേഷിക്കാർക്കായി സേവാഭാരതി നടത്തുന്ന സ്കൂളിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് സൗജന്യമായി വാൻ നൽകി. വാനിന്റെ ഫ്ളാഗ് ഓഫ് കാട്ടൂർ ASI A. ബസന്ത് നിർവഹിച്ചു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. TB രാധാകൃഷ്ണൻ, സുനിൽ തളിയപ്പറമ്പിൽ, സുഗതൻ ചെമ്പിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. SFI വെള്ളാറ്റഞ്ഞൂർ മേഖലാ സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ധീരജ് ഉദ്ഘാടനം ചെയ്തു. സംഘടക സമിതി ചെയർമാൻ KV ഫ്രാൻസിസ്, മേഖലാ സെക്രട്ടറി നികേഷ്, ഏരിയ സെക്രട്ടറി അർജുൻ എയാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി അക്ഷയിനെയും സെക്രട്ടറിയായി നികേഷിനെയും തിരഞ്ഞെടുത്തു. സമസ്ത കേരള ജം അയ്യത്തോൾ മൂ അല്ലിമീൻ നാട്ടിക റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക കലാസാഹിത്യ മത്സരം സംഘടിപ്പിച്ചു. ചൂലൂർ ദാറുൾ ഇസ്ഹാൻ അറബിക് കോളേജിൽ നടന്ന മത്സരങ്ങൾ ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചൂലൂർ മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി അധ്യക്ഷത വഹിച്ചു. KT ഹംസ ഫൈസി പതാക ഉയർത്തി. TM അഷറഫി, PP മുസ്തഫ മൗലവി, MK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. SFI കയ്പമംഗലം ലോക്കൽ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BS ജോത്സ്ന അധ്യക്ഷത വഹിച്ചു. PL പോൾസൻ, MC ശശിധരൻ, BS ശക്തിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലിംഗപദവി സമത്വവും നീതിയും എന്ന വിഷയത്തിൽ ചേലക്കര പഞ്ചായത്തിലെ അയൽക്കൂട്ടതല ഫെസ്റ്റിവലേറ്റർമാർക്കുള്ള പരിശീലനം നടന്നു. CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. DLF സുജാത ബേബി, വാർഡ് മെമ്പർമാരായ TV മോഹൻദാസ്, PU ജയ, TC ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. CPM കയ്പമംഗലം മണ്ഡലം ശില്പശാല SN പുരത്ത് നടന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PM മുഹമ്മദ്
PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബാബു പാലിശ്ശേരി, PK ചന്ദ്രശേഖരൻ, KV രാജേഷ് എന്നിവർ സംസാരിച്ചു. കുറ്റിക്കാട് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. അമ്പെഴുന്നള്ളിപ്പിനും തിരുനാൾ ദിവ്യബലിയിലും ആയിരങ്ങൾ പങ്കാളികളായി. ദിവ്യബലിക്ക് ഫാദർ നെവിൻ ആട്ടോക്കാരൻ കാർമ്മികത്വം വഹിച്ചു. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അഭിഷേകവും ഉച്ചയ്ക്ക് വിവിധ ദേശക്കാരുടെ കാവടിയാട്ടവും നടന്നു. വൈകിട്ട് ദീപാരാധന, നാഗസ്വരം, രാത്രി കാവടിയാട്ടം എന്നിവ നടന്നു. വേലൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടപ്പുര ഗോളക സമർപ്പണം നടന്നു. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ഗോളക സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് നടന്ന നിർമാല്യ ദർശനം, പ്രസാദശുദ്ധി, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് കപ്പിയൂർ മന ഗിരീഷ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി ജയരാജൻ ഇളയത് നേതൃത്വം നൽകി. ചേർപ്പ് ശ്രീശങ്കര ശിശു വിദ്യാമന്ദിരത്തിൽ മികച്ച നഴ്സറി സ്കൂളിനുള്ള സംസ്ഥാനതല അവാർഡ് ദാനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ആർട്ടിസ്റ്റ് ഗിരീശൻ ഭട്ടത്തിരിപ്പാട് യോഗം ഉദ്ഘാടനം ചെയ്തു. CNN സ്കൂൾ മാനേജർ E. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മികച്ച നഴ്സറി വിദ്യാലയത്തിനുള്ള സംസ്ഥാന അവാർഡ് ശ്രീശങ്കര ശിശു വിദ്യാമന്ദിരം പ്രധാനാധ്യാപിക R. ജയശ്രീ ഏറ്റുവാങ്ങി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് EV ബേബി, ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PT സണ്ണി, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം P. സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 156ാം ജന്മദിനാഘോഷവും ദേശീയ യുവജന ദിനാചരണവും വിവേകാനന്ദ യുവപ്രതിഭ യുവജന സംഗമവും സംഘടിപ്പിച്ചു. കേരള യൂത്ത് ക്ലബ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിജു ആട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പൗരാവകാശ വേദി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വനിതാവേദി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനം നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CP പരമേശ്വരൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CP ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കവി ഡോക്ടർ C. രാവുണ്ണി, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ എന്നിവർ ക്ലാസ് എടുത്തു. KP ജോസഫ്, VU ദാസൻ, M. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരപരിധിയിലെ തെരുവു മക്കൾക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു. HRPM ജില്ലാ സെക്രട്ടറി അരോഷ് മരോട്ടിച്ചാൽ, ജോയിന്റ് സെക്രട്ടറി ജിൻഷ ശിവൻ, സുധീഷ് പാലപ്പള്ളി, രവീന്ദ്രൻ മുപ്ലിയം, വർഗീസ് തറയ്ക്കൽ, റിൽജോ പുതുക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷനും KP അരവിന്ദാക്ഷൻ അനുസ്മരണവും തൃശൂരിൽ നടന്നു. കൺവെൻഷൻ കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘം ജില്ലാ സെക്രട്ടറി PK ഡേവിസ്, ഭാരവാഹികളായ അമ്പാടി വേണു, K. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ രംഗത്ത് വരുന്നത് ഉന്നതരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രചിന്ത വളർത്തിയെടുക്കലാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി. ജില്ലയിൽ വ്യാപകമായി നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ. വടനപ്പള്ളി ഗണേശമംഗലത്ത് ഹർത്താൽ ദിനത്തിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പിടിയിൽ. SDPI പ്രവർത്തകൻ കല്ലിപ്പറമ്പിൽ ഷഹീറാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ പല ഹോട്ടലുകളിലും കുടിക്കാൻ നൽകുന്നത് മലിനജലമെന്ന് ആരോപണം. കർശന നടപടിയെന്ന് അധികൃതർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.